ഞാൻ ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ചേരുന്നുണ്ട്. സനോജ്, ഇതെല്ലാം പറയുമ്പോഴും സി പി ഐയുടെ ഒരു മുഖ്യ പ്രതിഷേധം, അതും ഇന്നത്തെ ഒരു വാർത്താ പരിസരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മുന്നണി മര്യാദകളുടെ ലംഘനം എന്ന പ്രശ്നം ഇന്ന് വൈകുന്നേരവും വാർത്താസമ്മേളനത്തിൽ ബിനോയ് വിശ്വം ഒരു പ്രശ്നമായി അവതരിപ്പിച്ചിട്ടുണ്ട്. മുന്നണിക്ക് കത്ത് കൊടുത്തിരുന്നു, ഘടകകക്ഷികൾക്ക് കത്ത് കൊടുത്തിരുന്നു, 2 തവണ മന്ത്രിസഭാ യോഗത്തിന് മുമ്പാകെ വന്നിരുന്നു എന്ന് ബിനോയ് വിശ്വം വാർത്താസമ്മേളനത്തിൽ പറയുന്നു. എന്നാൽ ഇതിനെയൊക്കെ പിൻപറ്റി മാധ്യമങ്ങളിൽ നിന്ന് ആകെ കൊടുത്തത് CPI മന്ത്രിമാർ രാജിവെക്കാൻ പോകുന്നു, അവർ ആ നിലയിൽ വിട്ടുനിൽക്കും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം. പക്ഷേ മാധ്യമപ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചപ്പോഴൊന്നും അദ്ദേഹം അതൊന്നും എൻഡോഴ്സ് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ വാർത്തകൾ വലിയ തോതിൽ നിന്ന് പകൽ പ്രചരിച്ചു. പക്ഷേ വൈകുന്നേരം ബിനോയ് വിശ്വം പറഞ്ഞത് മുന്നണി മര്യാദകളുടെ ലംഘനം ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അതൊരു രാഷ്ട്രീയ വിമർശനം ആണ്. പക്ഷേ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേരളത്തിൻ്റെ പടിവാതിൽക്കലിന് പുറത്തു നിർത്തും വിധത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും, ചെയ്ത കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടി മന്ത്രി സംസാരിച്ചതിനെ മുഖവിലക്കെടുക്കുകയും ചെയ്തു. പക്ഷേ CPIക്ക് രാഷ്ട്രീയ വിമർശനം ഉണ്ടല്ലോ ഇക്കാര്യത്തിൽ, ശ്രീ സനോജ്. CPI ഒരു പാർട്ടി എന്ന നിലയിൽ അവരുടെ മുന്നണിയിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് എന്തെല്ലാം ഉന്നയിക്കണം, എന്തെല്ലാം പരാതികളാണ് അവർക്ക് പരിഹരിക്കേണ്ടത് എന്നതെല്ലാം അവരുടെ മാത്രം കാര്യമാണ്. കാരണം ആ കാര്യത്തെ നമ്മൾ വിമർശിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു പാർട്ടിയുടെ സെക്രട്ടറിക്ക് LDF-നകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും LDF അത് ചർച്ച ചെയ്യും. LDF-നകത്ത് ഒരു പ്രതീക്ഷയുമില്ല, ഞങ്ങളിതാ വിട്ടുപോകുന്നു എന്നൊന്നും CPIയുടെ നേതാവ് പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹം ചർച്ച ചെയ്യട്ടെ. ഭാവിയിൽ ആ കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ ആ സംബന്ധിച്ച് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ ഒരു സംശയം, ഈ വിഷയത്തിൽ അങ്ങനെ LDF ആകെ ചർച്ച ചെയ്തിട്ട് മാത്രം ഒപ്പിടാൻ കഴിയുന്ന തരം ഒരു പ്രശ്നം PM ശ്രീയുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ടോ? ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട് സർക്കാരിനുണ്ട്, ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്നു, ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയെന്ന് മന്ത്രി പറയുന്നുണ്ട്. എന്നാൽ ഇത് വാങ്ങിക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ സർക്കാരിന് അല്ലെങ്കിൽ ആ വകുപ്പിന് പ്രവർത്തിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടോ? LDF ചർച്ച ചെയ്തു മാത്രമേ പറ്റൂ എന്നുണ്ടോ? അതായത് ഇന്നിപ്പം വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം വളരെ കൃത്യമായിട്ടും വന്നിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു കാര്യം സംബന്ധിച്ചും ഒരു ക്ലാരിറ്റി കുറവും ആർക്കെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നെ LDF-നകത്ത് ഏതെല്ലാം കാര്യങ്ങളാണ് ഉന്നയിക്കുക, ഏതെല്ലാം കാര്യത്തിനകത്താണ് വിവിധ പാർട്ടികൾക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടത് എന്നത് ഓരോ പാർട്ടികളുടെയും തീരുമാനമാണല്ലോ. അപ്പൊ ഈ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷന്റെ പ്രശ്നങ്ങൾ, പോരായ്മ ഉണ്ടെങ്കിൽ അത് അവർ ചർച്ച ചെയ്യട്ടെ. അല്ലാതെ അങ്ങനെ പറഞ്ഞു എന്നതിനെ നമ്മളിപ്പോ ആ നിലയിലേക്ക് ഒരു വലിയ രൂപത്തിലൊരു വാർത്തയായിട്ട് കാണേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? യഥാർത്ഥ പ്രശ്നം ഇപ്പോ സംസ്ഥാന ഗവൺമെന്റ്, മുഖ്യമന്ത്രി ശിവൻകുട്ടി ഇവരെല്ലാം BJPയുടെ ഒരു ബി ടീമായി മാറിയിരിക്കുന്നു എന്നതാണല്ലോ ഇവിടെ പ്രചരണം. പ്രതിപക്ഷ നേതാവ് അങ്ങനെയാണ് പറഞ്ഞത്. പ്രതിപക്ഷ കഴിഞ്ഞ ദിവസം ഇതിനെ പിന്തുണച്ചു, അനുകൂലിച്ചും സംസാരിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ ഒരു ഒരു പുതിയ രാഷ്ട്രീയ സാധ്യതയ്ക്കനുസരിച്ച് പരിഹസിക്കാനാണ് ശ്രമിച്ചത്. എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ യഥാർത്ഥത്തിൽ ആ പ്രചരണത്തിന്? യഥാർത്ഥത്തിൽ NEP നടപ്പാക്കുന്ന ഘട്ടത്തിൽ, ഈ പ്രധാനമന്ത്രിയുടെ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും ആവേശത്തോടു കൂടി നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ലേ? ഇവിടെ പ്രതിപക്ഷ നേതാവും ഇവിടെ കേരളത്തിൽ നിന്നുള്ള AICCയുടെ വലിയ നേതാവുമാണല്ലോ മറ്റേ KC വേണുഗോപാൽ. അവരെല്ലാം പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥത, ഒരു തരിപ്പ് പോലും അവർക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ? കാരണം കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനത്തെല്ലാം ഇത് നടപ്പാക്കിയിട്ടുണ്ട്. ഇതിവിടെ നടപ്പാക്കാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം എന്താണ്? ഇതിപ്പോ കേരളം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക റിപ്പബ്ലിക് ഒന്നുമല്ലല്ലോ. പ്രത്യേകിച്ച് കേന്ദ്ര തലത്തിലേക്ക് നികുതി സംവിധാനം മാറി GST വന്നതോടുകൂടി ഒരു സംസ്ഥാനത്തിന്റെ വരുമാനത്തിനുണ്ടായിട്ടുള്ള വെട്ടിക്കുറവ് എത്രമാത്രം വലുതാണ് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ഡൽഹിയിൽ പോയിട്ട് സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നതിനെതിരായിട്ട് ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുത്തത്? നമ്മൾ മറന്നുപോയിട്ടുണ്ടോ? ഏത് ഘട്ടത്തിലാണ് സംസ്ഥാനത്തിന്റെ ഈ അവകാശങ്ങൾ കവരുന്ന ഘട്ടത്തിൽ ഈ കേരളം പ്രതികരിക്കാതിരുന്നിട്ടുള്ളത്? കേരളത്തിന് ഇടതുപക്ഷം പ്രതികരിക്കാതിരുന്നിട്ടുള്ളത്? പ്രതികരിക്കുക മാത്രമല്ലല്ലോ, ഇപ്പൊ ഗവർണറുടെ അധികാര പരിധി എന്നത് സംബന്ധിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിൽ ഒരു പാഠഭാഗം എഴുതി ചേർത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ സംസ്ഥാന കേന്ദ്ര ബന്ധം സംബന്ധിച്ച് തെറ്റായ നിലയിലേക്ക് ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയപ്പോ കേരളത്തിലെ ഒരു തലമുറയെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മുതിർന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെയാണ് RSSുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നത്. രാജ്ഭവനിൽ യഥാർത്ഥത്തിൽ മന്ത്രി ശിവൻകുട്ടി നടത്തിയിട്ടുള്ള ഒരു ഇടപെടലുണ്ടല്ലോ, നമ്മളത് മറന്നുപോയോ?
ഇപ്പൊ രാജ്ഭവനെ തന്നെ RSSന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ നോക്കുന്ന ഘട്ടത്തിൽ ഒരു ചടങ്ങ് തന്നെ ബഹിഷ്കരിച്ചുകൊണ്ട് ശിവൻകുട്ടി നടത്തിയിട്ടുള്ള ധീരമായിട്ട് ഇടപെടൽ, അത് കേരളം സല്യൂട്ട് ചെയ്ത ഒരു കാര്യമല്ലേ, മറന്നുപോയോ? പിന്നെ പാഠപുസ്തകത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ എന്തൊക്കെയാണ്? ഇപ്പൊ NEP വന്നതിന് ശേഷം ഈ രാജ്യത്ത് ഏറ്റവും ഒരേ ഒരു സംസ്ഥാനം മാത്രമേ പാഠ്യപദ്ധതിയിലും പാഠപുസ്തകത്തിനകത്തും ഇടപെടൽ നടത്തിയിട്ടുള്ളൂ. അത് ഈ കൊച്ചു കേരളമാണ്. ഗാന്ധിവധം വേണ്ട, പഠിപ്പിക്കേണ്ടതില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റ് പറയുന്നു എന്താ പറഞ്ഞത്? എന്നാ പിന്നെ നിങ്ങൾ പറയുന്നില്ല അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞോ? സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു അത് ഞങ്ങൾ പഠിപ്പിക്കും. ഈ രാജ്യത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ ജീവചരിത്രം, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജീവചരിത്രം പ്രസിഡന്റിലെ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ പഠിപ്പിക്കുമെന്ന് പറഞ്ഞവരാണ്. ഇങ്ങനെ എന്തെല്ലാം കാര്യത്തിനകത്ത് സർക്കാർ വളരെ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് RSSനെ പരസ്യമായി വെല്ലുവിളിച്ചിത്ര അനുഭവങ്ങളുണ്ട്. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് പണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇരുന്നാൽ ആർക്കാണ് ബുദ്ധിമുട്ട്? കോടിക്കണക്കിന് റുപ്യ നഷ്ടപ്പെടുക. ഇനി അടുത്ത ഘട്ടം എന്ന് SSK എന്ന് പറഞ്ഞാൽ ഗുണമേന്മയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അപ്പൊ അടുത്തൊരു 5 വർഷം കൊണ്ട് 3000 കോടി കിട്ടും. 2000 കോടിയുടെ തടഞ്ഞുവെക്കൽ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. ഈ PM ശ്രീ എന്നൊക്കെ പറഞ്ഞ ഏതാണ്ട് 100-200 കോടി മാത്രമേ ഉള്ളൂ. പക്ഷെ 200 കോടിയുടെ പദ്ധതിയുടെ ഭാഗമായി നിങ്ങൾ ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ 2000 കോടി തടഞ്ഞു വെക്കും, 3000 കോടി തടഞ്ഞു വെക്കും എന്ന വെല്ലുവിളിയാണ് ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് മാധ്യമങ്ങൾ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധം, പ്രതികരണം എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായിട്ട് കേന്ദ്രത്തിനെതിരായിട്ടാണ് സമരം ചെയ്യേണ്ടത്. കേന്ദ്രത്തിനെതിരായിട്ടാണ് ശക്തമായ വികാരം ഉയർത്തേണ്ടത്. അതിന് പകരം ഈ കേന്ദ്ര സംസ്ഥാന ബന്ധത്തിനകത്തെല്ലാം വെള്ളം ചേർത്ത് ഭരണഘടനയെ അട്ടിമറിച്ച് ഈ എല്ലാ നിലയിലും സംസ്ഥാനങ്ങളുടെ അധികാരം കവരുന്ന, ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്ന സർക്കാർ ഈ സംവിധാനത്തിനെതിരായിട്ടുള്ള ജനവികാരം എത്ര എളുപ്പത്തിലാണ് പിണറായി വിജയന്റെയും ശിവൻകുട്ടിയുടെയും നേർക്ക് വഴിതിരിച്ചു വിടുന്നത്. ഇത് ശക്തമായി രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് DYFI കാണുന്നത്. ഈ നിലയിൽ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഈ ഗവൺമെന്റ് ഇപ്പൊ നവംബർ 1-ാം തീയതി ഏറ്റവും ലോകത്ത് ചൈന കഴിഞ്ഞാൽ പിന്നെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും, അത് കേരളമാണ്. ഇപ്പൊ നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ അത്തരം വലിയ മാറ്റങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുമ്പോ ഈ പേര് പറഞ്ഞ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ മുൻനിർത്തിയിട്ട് എടുത്ത അടവുപരമായ ഒരു സമീപനത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവരെല്ലാം ബായിയാണ് എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യമാണ്, തികഞ്ഞ രാഷ്ട്രീയമാണ്. നിങ്ങളൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുക. ഇപ്പൊ ഇവര് പറയുന്നത് ഇതെല്ലാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ സിലബസ് എല്ലാം അവർ തീരുമാനിക്കും. ആര്? കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെ തീരുമാനിക്കുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറഞ്ഞാൽ എത്ര പദ്ധതി ഉണ്ട്? വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ 6 പദ്ധതി അല്ലേ? 6 പദ്ധതി. അതിനകത്തെല്ലാം PM എന്ന് ചേർക്കുന്നുണ്ട്. ആകെ 82 പദ്ധതിയിൽ 17 എണ്ണം തുടങ്ങുന്നത് പേര് PM എന്ന പേരിലാണ്. ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പൊ FIUGT നടപ്പാക്കിയല്ലോ. എന്തൊക്കെ പ്രശ്നമായിരുന്നു? കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ സോഫ്റ്റ്വെയറിന്റെ പേര് സമർത്ത് എന്നാണ്. ആ സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തി വേണം നിങ്ങൾ ഈ കാര്യത്തിനകത്ത് ഇടപെടാൻ. കേരളം പറഞ്ഞു പറ്റില്ല. കേരളം പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. അപ്പൊ ഓരോ കാര്യത്തിനകത്തും കൃത്യമായ ബദലുകൾ ഉണ്ടാക്കി. അതുകൊണ്ട് ഈ SSK നടപ്പാക്കുന്ന ഘട്ടത്തിലും കേന്ദ്രം പറയുന്ന എല്ലാ കാര്യവും ഇവിടെ നടപ്പാക്കിയിട്ട് RSSന്റെ അജണ്ടക്ക് കൂട്ടുനിൽക്കും എന്നല്ല. ഞങ്ങൾക്ക് ഇത് തന്നെ വേണം എന്ന ആഗ്രഹമില്ല. രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുന്നവരാണ്. പക്ഷേ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല ഒരു ഫെഡറൽ തത്വത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന ഒരു സ്റ്റേറ്റ് അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ആ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞ് അതിനകത്ത് എന്തെല്ലാം തരത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി ചെയ്യാൻ വേണ്ടി കഴിയും, RSSനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ വേണ്ടി കഴിയും, ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് ഇവിടെ PM ഉഷ പദ്ധതി നടപ്പാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആ പരിപാടി പദ്ധതി നടപ്പാക്കിയത്. 100% കേന്ദ്രാവിഷ്കൃത പദ്ധതി വേറെയുണ്ട്. ഇതെല്ലാം നടപ്പാക്കിയല്ലോ. ഞാൻ പ്രതിപക്ഷത്തോട് ചോദിക്കുന്നത്, നിങ്ങളിങ്ങനെ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കുകയാണെങ്കിൽ പിന്നെ CBSE സ്കൂളിൽ ഇവിടെ എന്താ നടപ്പാക്കുന്നത്? നവോദയ വിദ്യാലയങ്ങൾ ഇവിടെ എന്താ നടപ്പാക്കുന്നത്? ഇപ്പൊ നവോദയ വിദ്യാലയങ്ങളും CBSE വിദ്യാലയങ്ങളും ഈ സൈനിക സ്കൂൾ ഉൾപ്പെടെയുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളെല്ലാം വേണ്ട എന്ന് നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടോ? അവിടെയൊന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ പറയുമോ? നിങ്ങളുടെ നേതാവല്ലേ മറ്റേ KC വേണുഗോപാൽ. KC വേണുഗോപാൽ എവിടുന്ന രാജ്യസഭാംഗം നേരത്തെയായത്? രാജസ്ഥാനിൽ നിന്നാണ്. ആ രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഈ NEPയിൽ ഒപ്പുവെച്ചത്, ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചത്. കർണാടക കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അവിടെ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ വിമർശനത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല, യാതൊരു ആത്മാർത്ഥതയുമില്ല, ഇരട്ടത്താപ്പാണ്, തികഞ്ഞ രാഷ്ട്രീയമാണ്.
അതുകൊണ്ട് കേരളത്തിലെ കുട്ടികളുടെ ഭാവി കണക്കിലെടുത്തുകൊണ്ട് ഏതാണ്ട് 5,000-ഓളം കോടി രൂപ നഷ്ടമാവാത്ത നിലയിൽ കേരളത്തിലേക്ക് ആ പണം ലഭിക്കേണ്ടതുണ്ട്. ഇത് ഇല്ലാതായി കഴിഞ്ഞാൽ ഉച്ചഭക്ഷണ വിതരണത്തിന്റെ പ്രശ്നം വരും, കുട്ടികളുടെ യൂണിഫോമിനകത്ത് പ്രശ്നം വരും, ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നം വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ പ്രശ്നം വന്നാൽ മാത്രമേ കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല. ആരുടെ കുറ്റം കൊണ്ട്? പിണറായി വിജയന്റെ കുറ്റം കൊണ്ട് നടക്കുന്നില്ല. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, മറ്റേ ഇടുക്കി ജില്ലയിൽ ഒരു മറിയ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ രംഗത്തിറക്കിയത്. കേന്ദ്ര ഗവൺമെന്റ് പെൻഷന്റെ ഭാഗമായി കൊടുക്കേണ്ട കോടിക്കണക്കിന് രൂപ തടഞ്ഞു വെച്ച സന്ദർഭത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ രംഗത്തിറക്കിയിട്ട് പിച്ചച്ചട്ടിയും എടുത്ത് തെരുവിലേക്ക് വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതാ പിണറായി വിജയന്റെ ഭരണത്തിൽ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു. അതല്ലേ പറഞ്ഞത്? അത് പറയാൻ കൈരളി ഉൾപ്പെടെയുള്ള അപൂർവ മാധ്യമങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്തുകൊണ്ട് പെൻഷൻ മുടങ്ങി? വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ലക്ഷ്യം എന്താണ്? കേരളത്തിലെ സ്കൂളുകൾ പൂട്ടണം. കേരളത്തിലെ സ്കൂളുകൾ പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് UDF-ന്റെ പരിശ്രമം. നേരത്തെ അവർ ശ്രമിച്ചിരുന്നു. അവർക്ക് അധികാരമുള്ള ഘട്ടത്തിൽ 3000-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചതാ. അപ്പൊ ഇവിടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊന്നും കിട്ടാതെ, ഇവിടെ പണം കിട്ടാതെ കുട്ടികളുടെ പഠനം മുടങ്ങണം, സ്കൂളുകൾ പൂട്ടണം. എന്നാൽ മാത്രമേ ഇവർക്കെല്ലാം താല്പര്യമുള്ള ചില സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിയൂ. അപ്പൊ അതിന് പിന്നിൽ ഇങ്ങനെയെല്ലാമുള്ള ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി കഴിയില്ല. നന്ദി ശ്രീ സനോജ്.